സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇറാനിലെ പോർട്ടിലെ തീ അടങ്ങി, പക്ഷെ മിസൈലുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾ അടങ്ങുന്നില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള മൂന്നാംവട്ട ടോക്കിലും മിസൈലുകളെ സംബന്ധിച്ച സംസാരങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് സൂചനകൾ വരുന്നത്. എന്തുകൊണ്ടാണ് മിസൈലുകൾ ഇതിലൊരു ചർച്ചാ വിഷയമാവാത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇസ്രായേലിന് വലിയ ഉത്കണ്ഠയുണ്ട്. കാരണം ഈ ന്യൂക്ലിയർ ആർസണൽ പോലെ തന്നെ, അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് പോലെ തന്നെ പ്രാധാന്യമുള്ള സംഗതിയാണ് മിസൈലുകൾ. ന്യൂക്ലിയർ ബോംബ് ഒരിടത്തുണ്ടായിട്ട് കാര്യമില്ല, അത് ഡെലിവറിയാണ്. പണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വിമാനത്തിൽ കൊണ്ടുപോയി ജപ്പാനിൽ ന്യൂക്ലിയർ ബോംബ് ഇട്ടതുപോലെ അങ്ങനത്തെ ഒരു സാഹചര്യമല്ല ഇന്ന് നിലവിലുള്ളത്. ഇന്ന് ന്യൂക്ലിയർ ബോംബുകൾ മിസൈലിൻ്റെ അറ്റത്ത് ഘടിപ്പിച്ച് മിസൈൽ അയക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നമ്മളെ പേടിപ്പിച്ചത്. 70 ന്യൂക്ലിയർ മിസൈലുകൾ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി. 70 ന്യൂക്ലിയർ വാർ ഹെഡുകൾ, അതായത് മിസൈലിൻ്റെ അറ്റത്ത് വെച്ചിട്ടുള്ള ബോംബുകൾ, അത് ആറ്റം ബോംബുകളായിക്കോട്ടെ തെർമോ ന്യൂക്ലിയർ ബോംബുകളായിക്കോട്ടെ, അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തരാൻ പോവുകയാണ് എന്നുള്ള മറ്റൊരു പ്രസ്താവന പാകിസ്ഥാനിൻ്റെ മന്ത്രിയിൽ നിന്നുണ്ടായിരുന്നു. അതായത് ബോംബുകൾ ഡെലിവർ ചെയ്യുന്നത് മിസൈലുകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ മിസൈലുകൾ ഇല്ലെങ്കിൽ എത്ര ബോംബുണ്ടായിട്ട് ഒരു കാര്യമില്ല, ഡെലിവറിങ് സിസ്റ്റം. അപ്പോൾ ഇവിടെ ഈ മിസൈലുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെലിവറിങ് സിസ്റ്റം എന്ന് പറയുന്നത് ബോംബുകൾ പോലെ തന്നെ പ്രാധാന്യമുള്ള സംഗതിയാണ്. അത് എന്തുകൊണ്ട് ചർച്ചയിൽ വരുന്നില്ല എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. അതാണ് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ന്യൂക്ലിയർ എൻറിച്ച്മെന്റിനുള്ള യാതൊരു തരത്തിലുള്ള ഫെസിലിറ്റിയും ഇറാനിൽ ഉണ്ടാവാൻ പാടില്ല. 2, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമും നിർത്തിവെക്കണം. ഈ 2 കാര്യങ്ങളാണ് അദ്ദേഹം ഒരുപോലെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അമേരിക്കയെ സംബന്ധിച്ച് അന്ന് ഉക്രൈൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് സംസാരിച്ച സമയത്ത് ലൈവ് ടോക്കിൽ അദ്ദേഹം സെലൻസ്കി കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ട് ട്രംപിനോട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്: യു ഹാവ് നോ ഫിയർ ബിക്കോസ് യു ഹാവ് ദ അറ്റ്ലാന്റിക് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഭയമില്ല, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിൽ പരന്നു കിടക്കുന്ന വലിയ ഒരു അറ്റ്ലാന്റിക് ഉണ്ട്. അതായത് ഏത് മിസൈല് വന്നാലും ഈ അറ്റ്ലാന്റിക് ക്രോസ് ചെയ്ത്, വലിയ വീതി കൂടിയ കടലായിട്ടുള്ള അറ്റ്ലാന്റിക് ക്രോസ് ചെയ്ത് അമേരിക്കയിലേക്ക് എത്തുകയില്ല എന്നൊരു സെക്യൂരിറ്റി അമേരിക്കയുണ്ട്. ആ ധൈര്യം ഞങ്ങൾക്കില്ല, കാരണം ഞങ്ങൾ റഷ്യയുടെ തൊട്ട് കിടക്കുന്ന രാജ്യമാണ്. അതാണ് അന്ന് സെലൻസ്കി ട്രംപിനോട് പറഞ്ഞത്. അപ്പം ഇവർ അമേരിക്കയെ സംബന്ധിച്ച് എപ്പോഴും ആ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അവർ വലിയൊരു കടൽ കടന്നിട്ട് യൂറോപ്പുമായിട്ട് അല്ലെങ്കിൽ ഏഷ്യയുമായിട്ടൊക്കെ അവർക്ക് വലിയൊരു കടലിൻ്റെ സെപ്പറേഷൻ ഉണ്ട്. അപ്പം അമേരിക്കൻ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഒരു കടലിന് നടുക്കുള്ള വലിയൊരു ദ്വീപാണ്, അതിന് ചുറ്റും കടലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വളരെ ആ കടൽ നൽകുന്ന ഒരു വലിയ സുരക്ഷിതത്വമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ച് സാധാരണ യുദ്ധങ്ങളൊന്നും അമേരിക്കയെ ബാധിക്കുകയില്ല. മാത്രമല്ല അമേരിക്ക ഭയങ്കര നേവൽ പവറുണ്ട്. അപ്പോൾ ലോകത്തിലെ എല്ലാ കടലുകളിലും അവരുടെ വിമാനവാഹിനി കപ്പലുകളുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഏത് ഭാഗത്തു നിന്ന് മിസൈലുകൾ അവരുടെ രാജ്യത്തേക്ക് തൊടുത്തു വിട്ടാലും ആ കടലിന് മേലെ വെച്ച് തന്നെ അവർക്ക് അത് സാറ്റലൈറ്റ് ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്ത് അവർക്ക് നശിപ്പിച്ച് കളയാൻ പറ്റും. അപ്പോൾ അവരുടെ ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഈ വൻകരകളിലുള്ള രാജ്യങ്ങൾക്ക് അതില്ല. ഇപ്പം ഇസ്രായേലിന് അങ്ങനത്തെ ഒരു സെക്യൂരിറ്റി ഇല്ല, ഉക്രൈനിന് ഒട്ടുമില്ല. അപ്പം അതുകൊണ്ടാണ് ഇവരൊക്കെ വേറിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവരുടെ മിസൈൽ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഗതിയാണ്. ആ കേപ്പബിലിറ്റി കൂടി തകർക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഇസ്രായേൽ പറയുന്നത്: നിങ്ങൾ ഞങ്ങളൊന്ന് സഹായിച്ചാൽ മതി, ഞങ്ങൾ ഇറാനെ ആക്രമിച്ചോളാം. എന്ത് തരം സഹായം ഇവർക്ക് ആവശ്യമുള്ളത്? ഇവർക്ക് സഹായം ആവശ്യമുള്ളത്, ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ള സഹായം എന്ന് പറയുന്നത് എലോൺ മസ്കിൻ്റെ സ്റ്റാർഷീൽഡ് എന്ന് പറയുന്ന സംഗതിയാണ്. അതേപോലെ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ലോകത്തിലെ 7000-ഓളം ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റുകൾ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ, ഇവ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള സ്റ്റാർലിങ്ക് പ്രോഗ്രാം എന്ന് പറയുന്ന സംഗതി അദ്ദേഹത്തിനുണ്ട്. അതായത് ഭൂമിയുടെ മുകളിൽ മുഴുവൻ ഇലോൺ മസ്കിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള സാറ്റലൈറ്റുകളുണ്ട്. അപ്പോൾ ഭൂമിയിൽ ഒരു ഇല അനങ്ങിയപ്പോൾ അവർക്ക് അറിയാൻ പറ്റും, ഒരു മുകളിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സാറ്റലൈറ്റുകൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ലിങ്ക് ഉണ്ട്. അത് മിലിറ്ററി പർപ്പസിന് ഉപയോഗിക്കുന്ന സമയത്ത് അതിന് സ്റ്റാർ ഷീൽഡ് എന്നാണ് അതിന് ഉപയോഗിക്കുന്ന പേര്. ഇപ്പോൾ ഒരു കൊച്ചു രാജ്യമായിട്ടുള്ള ഉക്രൈനെ റഷ്യക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നത് ഈ സ്റ്റാർ ഷീൽഡ് ഉള്ളത് കൊണ്ടാണ്. ഈ സ്റ്റാർ ഷീൽഡാണ് റഷ്യയിൽ നിന്ന് പൊങ്ങുന്ന ഓരോ മിസൈലുകളെ കുറിച്ചും കൃത്യമായ വിവരം ഉക്രൈന് നൽകുന്നതും അങ്ങനെ ആന്റി മിസൈൽ സിസ്റ്റം ഉപയോഗിച്ച് റഷ്യൻ മിസൈലുകളെ ചെറുക്കാൻ പറ്റുന്നതും, അതുപോലെ റഷ്യയിൽ എവിടെയാണ് ആർമി കൂട്ടം അഗ്ലോമറേഷൻ ഉള്ളതെന്ന് കണ്ടുപിടിച്ച് അവിടേക്ക് മിസൈലുകൾ പായിക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ ഈ സ്റ്റാർ ഷീൽഡ് പ്രോഗ്രാമാണ്. ഈ സ്റ്റാർ ഷീൽഡ് പ്രോഗ്രാമിൻ്റെ സഹായമാണ് നിശ്ചയമായും ഇസ്രായേലിന് ആവശ്യമുള്ളത്. അതായത് ഒരു ന്യൂക്ലിയർ വാർഹെഡുമായി ഒരു മിസൈൽ പറന്നു പോകുകയാണെങ്കിൽ
ആ മിസൈലിനെ ആകാശത്ത് വെച്ച് തകർക്കാൻ പറ്റും. ഇസ്രായേലിന്റെ ആകാശത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ അത് തകർക്കാൻ പറ്റും. അമേരിക്കയുടെ ധൈര്യം അതാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഇനി ഉത്തര കൊറിയ ആയിക്കൊള്ളട്ടെ, ചൈന ആയിക്കൊള്ളട്ടെ, ആരാണെങ്കിലും ശരി, അമേരിക്കയിലേക്ക് ഒരു ന്യൂക്ലിയർ വാർഹെഡിൽ ഒരു മിസൈൽ അയച്ചു കഴിഞ്ഞാൽ അവർ സാറ്റലൈറ്റ് ഉപയോഗിച്ച് അത് സ്പോട്ട് ചെയ്യുകയും ഏതൊക്കെ തരത്തിലുള്ള എന്താ പറയുക, അൺഡിറ്റക്റ്റബിൾ ടൈപ്പ് ആണെങ്കിലും ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട്. കാരണം ഈ പറയുന്ന റഡാർ സിസ്റ്റം ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് പോലെയല്ല സാറ്റലൈറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. റഡാർ സിസ്റ്റം ഉപയോഗിച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു റഡാറിൽ നിന്ന് പുറപ്പെട്ട ഒരു വേവ് റഡാറിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് റഡാർ അതിനെ കണ്ടെത്തുന്നത്. സാറ്റലൈറ്റ് അങ്ങനെയല്ല. സാറ്റലൈറ്റ് ശരിക്കും അതിന് ക്യാമറ കണ്ണുകളിലൂടെ തന്നെ നോക്കുകയാണ്. ഒരിക്കലും സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈ വിമാനവാഹിനി കപ്പലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംവിധാനമാണ്. ഒരു കപ്പൽ മാത്രമൊന്നുമല്ല, ധാരാളം കപ്പലുകൾ നടന്ന ഒരു നാവിക വ്യൂഹമാണ്. ആ വ്യൂഹത്തിൽ നിന്ന് മിസൈലുകൾ, ഏത് തരത്തിലുള്ള മിസൈലുകളും അതിനകത്ത് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് ഈ വരുന്ന മിസൈലിനെ കടലിന് മുകളിൽ വെച്ചിട്ട് തകർത്തെറിയാൻ പറ്റും. നേരെ മറിച്ച് ഇസ്രായേലിന് നേരെ വരുന്ന ഇപ്പം ഇറാനിൽ നിന്ന് വരുന്നൊരു മിസൈൽ, ഇറാനെ സംബന്ധിച്ച് ഇറാനിൽ നിന്ന് മിസൈൽ, ഇറാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മാത്രമല്ല അവർക്ക് മിസൈലുകൾ അയക്കാൻ പറ്റുക. നമ്മളൊരു പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നു, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ അപ്പുറത്തുള്ള 2 ചെറിയ ദ്വീപുകളുണ്ട് പേർഷ്യൻ ഗൾഫിൽ. ആ 2 ദ്വീപുകളിലും അവർ മിസൈലുകൾ വിന്യസിച്ചതായി ഒന്നാമത്തെ ചർച്ചയുടെ സമയത്ത് തന്നെ വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ ഏത് സ്ഥലത്തു നിന്നാണ് ഇവര് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഈ പറയുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ അവിടെയുള്ള ആ ദ്വീപിൽ നിന്നാണ് ഇവർ മിസൈലുകൾ അയക്കുന്നതെങ്കിൽ നിശ്ചയമായും മിസൈലുകൾ വരുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ മുകളിൽ കൂടി, സൗദി അറേബ്യയുടെ മുകളിൽ കൂടി, അങ്ങനെയാണ് ഈ മിസൈൽ പറന്നു വരിക. നേരെ മറിച്ച് ഇറാനിൽ നിന്നാണ് മിസൈലുകൾ അയക്കുന്നതെങ്കിൽ ആ മിസൈലുകൾ വരുന്നത് ഇറാഖിന്റെ മുകളിലൂടെ അല്ലെങ്കിൽ സിറിയയുടെ മുകളിലൂടെ ഒക്കെയാണ് ആ മിസൈലുകൾ ഇങ്ങോട്ട് വരിക. അപ്പൊ ആകാശത്ത് തകർക്കപ്പെട്ട് കഴിഞ്ഞാലും ഇത് ഈ രാജ്യങ്ങളിൽ വീഴും. ഒരു ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറയുന്നത് ഈ സാധാരണ പടക്കം പോലത്തെ ഒരു സാധനമല്ല. ന്യൂക്ലിയർ വെപ്പൺ എക്സ്പ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ ക്രിട്ടിക്കൽ മാസ് എക്സീഡ് ചെയ്യുമ്പോഴാണ്. അതായത് അതിനകത്തുള്ള ന്യൂക്ലിയർ ഫ്യൂവൽ, അത് യുറേനിയം ആയിക്കൊള്ളട്ടെ പ്ലൂട്ടോണിയം ആയിക്കൊള്ളട്ടെ, ആ ന്യൂക്ലിയർ ഫ്യൂവലിൻ്റെ വെയിറ്റ് ഒരു പ്രത്യേക ഒരു ക്രിട്ടിക്കൽ മാസ് എന്ന് പറയുന്ന ഒരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് ക്രോസ് ചെയ്യുമ്പോഴാണ് ഈ എക്സ്പ്ലോഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോംബ് എപ്പോഴും പീസുകളായിട്ട്, ഏറ്റവും ചുരുങ്ങിയത് 2 പീസായിട്ടാണ് ബോംബ് സൂക്ഷിക്കുക. ക്രിട്ടിക്കൽ മാസിനേക്കാൾ താഴെയുള്ള 2 പീസായിട്ടാണ് ബോംബ് സൂക്ഷിക്കുക. ഈ 2 പീസുകളും ഒന്ന് ചേരുന്ന മൊമെന്റിൽ അത് എക്സ്പ്ലോഡ് ചെയ്യും, ലൈറ്റിന്റെ വേഗത്തിൽ എക്സ്പ്ലോഡ് ചെയ്യും. അപ്പോൾ എക്സ്പ്ലോഡ് ചെയ്യുന്ന സമയത്ത് വലിയ എനർജി റിലീസ് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ ടെക്നോളജി ആവശ്യമുണ്ട്. അപ്പോൾ ബോംബ് ഡ്രോപ്പ് ചെയ്യുമ്പോഴും ഇത് 2 പീസായിട്ടാണ്. അന്ന് അമേരിക്ക ബോംബ് വിമാനത്തിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ബോംബിന്റെ ലിറ്റിൽ ബോയ് എന്ന ഒരു പേരിട്ടിരുന്ന ആ ന്യൂക്ലിയർ വെപ്പൺ, ആറ്റം ബോംബ്, അത് 2 പീസായിരുന്നു. ആ 2 പീസ് ഭൂമിയുടെ 10 മീറ്റർ മുകളിൽ വെച്ചിട്ടാണ് 2 പീസുകൾ തമ്മിൽ യോജിക്കുന്നത്. ആ 10 മീറ്റർ മുകളിൽ വെച്ചിട്ടാണ് എക്സ്പ്ലോഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴാണെങ്കിലും ഒരു ന്യൂക്ലിയർ ആർസണൽ ഉപയോഗിക്കും, മിസൈലിന്റെ മുകളിലാണെങ്കിലും ശരി, അത് 2 പീസായിട്ട് തന്നെയാണ് മിസൈലിന്റെ മുകളിൽ സൂക്ഷിച്ചിട്ടുള്ളത്. ആ മിസൈലിൽ നിന്ന് ആ ബോംബ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭൂമിയുടെ മുകളിൽ ഒരു 8 മീറ്ററിനും 10 മീറ്റർ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഓപ്റ്റിമം ഡിസ്റ്റൻസ് ആയി പറയുന്നത്, ബോംബിന്റെ ഇഫക്റ്റ് മാക്സിമം ആക്കാൻ വേണ്ടി. ആ ഒരു ഹൈറ്റിൽ വെച്ചിട്ട് ഈ 2 പീസുകൾ യോജിക്കണം. അതിനൊക്കെ ടെക്നോളജി ആവശ്യമുണ്ട്. ഇപ്പൊ ഈ ഇറാൻ ഒരു ബോംബ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ബോംബുള്ളത് കൊണ്ട് മാത്രമൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പം ഇറാൻ, ഈ പാകിസ്ഥാന്റെ ബോംബുകളുടെ ടെക്നോളജിയെ സംബന്ധിച്ച് ഇപ്പോഴും അന്താരാഷ്ട്ര സയന്റിഫിക് സർക്കിളുകളിൽ സംശയങ്ങളുണ്ട്. ഇവരുടെ ബോംബുകൾ ഇഫക്റ്റീവ് ആണോ, ഇവർക്കിത് ഇഫക്റ്റീവായി ഡ്രോപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ സംശയമുണ്ട്. അപ്പൊ അതൊരു ആക്ച്വൽ സ്ഥലത്ത് പ്രയോഗിക്കുമ്പോൾ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫെർമിയെ പോലത്തെ ഒരു വലിയ സയന്റിസ്റ്റ് അമേരിക്കയിൽ ഉണ്ടാക്കിയ ആ ഒരു ബോംബും അതിന്റെ ടെക്നോളജിയും ഒക്കെ മറ്റു രാജ്യങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാവും. അപ്പൊ അതിൽ എത്രത്തോളം പാകിസ്ഥാന്റെ സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് ഇതിന് ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അവർ എക്സ്പ്ലോഷൻ നടത്തിയിട്ടുള്ളത്, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടത്തിയിട്ടുള്ളത് ശരിയാണ്. പക്ഷെ അവരുടെ തെർമോ ന്യൂക്ലിയർ ബോംബ്, അതായത് ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന ബോംബിന്റെ എക്സ്പ്ലോഷനെ സംബന്ധിച്ച് ഇപ്പോഴും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് അഷ്വറൻസ് ഇല്ല. ഇതിൽ ആറ്റം ബോംബ് എന്ന് പറയുന്ന യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന ബോംബുകളുടെ അതിന്റെ ഡിസ്ട്രക്ഷൻ കപ്പാസിറ്റി, നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഹിരോഷിമയിലോ നാഗസാക്കിയിലൊക്കെ ഉപയോഗിച്ച ബോംബിന്റെ മാതിരിയാണ്. 1 കിലോമീറ്റർ ചുറ്റളവ് അങ്ങനെ തന്നെ ഉരുകി പോകുന്നു. പിന്നീട് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ അതിന്റെ ചൂട് ഉപയോഗിച്ചുള്ളത് ചത്തുപോകുന്നു, പിന്നീട് പൊള്ളയേൽക്കുന്നു എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അത് 1 കിലോമീറ്റർ ആണ്. അതിനെ എല്ലാത്തിനും ഉരുക്കി കളയാൻ മാത്രമുള്ള ഒരു ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള ശേഷിയുള്ളത്. നേരെ മറിച്ച് ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന തെർമോ ന്യൂക്ലിയർ ബോംബ്, അതൊരു ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കുന്ന സ്ഥലത്താണ് അത് ആക്റ്റീവ് ആകുന്നത്. ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ച് അവിടെ ഉണ്ടാകുന്ന 1,00,000 ഡിഗ്രി അല്ലെങ്കിൽ അതിന് മേലെ എത്തുന്ന ഒരു ടെമ്പറേച്ചറിലാണ് ഇത് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. ഈ തെർമോ ന്യൂക്ലിയർ ബോംബ് അഥവാ ഹൈഡ്രജൻ ബോംബ് വർക്ക് ചെയ്ത് തുടങ്ങുക. അത് വർക്ക് ചെയ്ത് തുടങ്ങിയാൽ ഉണ്ടാകുന്ന ഊർജ്ജം എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. 100, 200, 300 ന്യൂക്ലിയർ ബോംബുകൾ പൊട്ടുന്ന അത്ര ശക്തിയുള്ള സാധനമാണ് ഈ തെർമോ ന്യൂക്ലിയർ ബോംബ് അഥവാ ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്.
അപ്പോൾ ഈ ഇറാൻ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത് ആറ്റം ബോംബാണ്. അതും യുറേനിയം ഫ്യൂൽ ഉപയോഗിച്ചുള്ള ആറ്റം ബോംബാണ്. ഇറാനെ നേരിടാൻ നിൽക്കുന്ന രാജ്യങ്ങളുടെ എല്ലാം കയ്യിൽ ആറ്റം ബോംബും ഉണ്ട്, ന്യൂക്ലിയർ ബോംബും ഉണ്ട്. ന്യൂക്ലിയർ ബോംബ് എന്ന് പറഞ്ഞാൽ എത്രയോ പവർഫുൾ ആണ്. ഇപ്പം ഇവൻ ഒരു ആറ്റം ബോംബ് ഇട്ട് അവിടെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവർ ന്യൂക്ലിയർ ബോംബ് ഇട്ട് അവരുടെ രാജ്യം മുഴുവൻ നശിപ്പിച്ചാളെ. 1-2 ന്യൂക്ലിയർ ബോംബ് കൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം പൂർണ്ണമായി നശിച്ചു പോകും. അപ്പൊ അവർ അത്ര ഒരു സാധനം കൂടി ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ളത് അത്ര വലിയൊരു കാര്യമല്ല. പക്ഷേ നേരെ മറിച്ച് അവന് ഒരു ചെറിയ നഷ്ടമാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അവർ ടെല്ലവീവ് നശിപ്പിക്കും എന്നുള്ളതാണ് അവരെപ്പോഴും പറയുന്ന ഒരു കാര്യം. ഇസ്രായേലിന്റെ തലസ്ഥാനം നശിപ്പിക്കുക എന്നാണ് അവർ പറയുന്ന കാര്യം. അപ്പൊ ഇതേ സംഗതി നമ്മളുടെ കയ്യിലും ഇന്ത്യക്കും ഈ പറയുന്ന ന്യൂക്ലിയർ ബോംബും ആറ്റം ബോംബും തെർമോ ന്യൂക്ലിയർ ബോംബും ഉണ്ട്. അതിന്റെ രണ്ടും വളരെ ഇഫക്റ്റീവായിട്ട് നമ്മൾ രണ്ടും എക്സ്പോർട്സ് നടത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാൻ അവരുടെ 70 ബോംബ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടുപിടി കാണിക്കുമ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. യൂസിംബ്ലിക്കോ ഒരു കില്ലപ്പട്ടി കുറയ്ക്കുന്ന പോലെ നമ്മളതിനെക്കുറിച്ച് പരിഗണിക്കാറുള്ളതാണ്. തിരിച്ച് നിന്റെ 70 വരെ ഞങ്ങളുടെ 700 ഉണ്ടാ എന്ന് പറയുന്നത് നമ്മളവരെ മനസ്സിൽ പിടിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്കും അതറിയാം, ലോകത്തിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് ഒരു തമാശ മാത്രം പറഞ്ഞത്. നമ്മൾ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ദീപാവലിക്ക് പടക്കം പൊട്ടിച്ച് കളിക്കാനല്ല എന്ന് അവരോട് വളരെ മയമുള്ള ഭാഷയിൽ അവരോട് പറഞ്ഞു കേൾപ്പിച്ചത്. അതുകൊണ്ടാണ് അപ്പോൾ അത് അവർക്ക് മനസ്സിലാവും ആ ഭാഷ എന്താണെന്നുള്ളത്. കാരണം എപ്പോഴും വല്ലാതെ കുറയ്ക്കുന്ന വട്ടി കടിക്കൂല എന്നാണല്ലോ അവർ ഇങ്ങനെ കുറച്ചുകൊണ്ടേ ഇരിക്കേണ്ടത്. നമ്മളതിനെക്കുറിച്ച് തിരിച്ചൊന്നും പറയാറില്ല, ഇപ്പോഴും പറയുന്നില്ല. കാരണം നമ്മളെപ്പോഴും സൈലൻ്റാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഈ മിസൈൽ പ്രോഗ്രാം എന്നുള്ളത് ഈ ന്യൂക്ലിയർ ബോംബ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് മിസൈലിന്റെ ഫ്യൂവല് ഇന്നലെ അവിടെ നശിപ്പിക്കപ്പെട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ മിസൈൽ ഫ്യൂവൽ ഇല്ലാതെ അവർക്ക് മിസൈൽ പറപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പം മിസൈൽ പറപ്പിച്ചു കഴിഞ്ഞാലേ ഈ ബോംബ് ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കുവാനോ അല്ലെങ്കിൽ അത് എക്സ്പ്ലോഡ് ചെയ്യിക്കുവാനോ സാധിക്കുകയുള്ളൂ. അപ്പം അത് അടുത്ത ഡിസ്കഷനുകളിൽ അത് വരുന്നുണ്ടാവാം. എന്തായാലും ഇറാൻ ഇപ്പം അവരുടെ പുറത്തുള്ള സംസാരത്തിൽ നിന്നും അവർ ഈ ന്യൂക്ലിയർ പാക്റ്റിനെ കുറിച്ചൊന്നും അവർ സംസാരിക്കുന്നതേ ഇല്ല. അവർ സംസാരിക്കുന്നത് അമേരിക്ക ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യട്ടെ, അമേരിക്ക $1 ട്രില്യൺ ബിസിനസ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം, 9 കോടി ജനങ്ങളുടെ രാജ്യമാണ്, അമേരിക്കയെ സംബന്ധിച്ച് വലിയ മാർക്കറ്റാണ്, അമേരിക്ക വരട്ടെ, ഇൻവെസ്റ്റ് ചെയ്യട്ടെ എന്നാണ് ഈ ദിവസങ്ങളിലൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അമേരിക്കയുടെ ഭാഗത്ത് അത്തരത്തിലുള്ള യാതൊരു സംസാരവും ഇല്ല. അവരിപ്പോഴും പറയുന്നത് ഇറാൻ കനോട്ട് ഹാവ് എ ന്യൂക്ലിയർ വെപ്പൺ എന്ന് മാത്രമാണ്. ഒറ്റ സെന്റൻസ്, ഇറാൻ കനോട്ട് ഹാവ് എ ന്യൂക്ലിയർ വെപ്പൺ. ഇറാനിന് ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇന്നലെ വൈകുന്നേരം വരെയുള്ള സ്റ്റേറ്റ്മെന്റും അത് മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത്തരം കാര്യങ്ങൾ പത്രക്കാരോട് പറയാൻ പറ്റില്ല എന്നാണ് അവരുടെ മറുപടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ടെൻഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ നേരിട്ട് എന്തായാലും ഒരു ഓൾ ഔട്ട് വാറിലേക്ക് ഇത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത് ഇന്ത്യക്ക് തന്നെ ഗുണകരമാവാൻ സാധ്യതയില്ല. ഒരു വാർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം നേരെ പാകിസ്ഥാനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് അതൊരു ചോദ്യത്തിൽ വരുന്ന കാര്യമല്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കമ്പയറബിൾ ആയിട്ടുള്ള ശക്തികളെയല്ല. പക്ഷെ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ അത് എത്രയോ കാലത്തേക്ക് നീണ്ടു നിന്നേക്കാം. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ കഴിഞ്ഞൊക്കെ എത്രയോ നല്ലത് പാകിസ്ഥാനകത്ത് എത്ര പടക്കങ്ങൾ ഇരിക്കുന്നുണ്ടെന്ന് അറിയാമോ? പാകിസ്ഥാനകത്ത് ഇപ്പോൾ തന്നെ ഗിൽജിസ് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന റീജിയൻ, അതായത് കാശ്മീരിന്റെ വടക്കേ അറ്റം, ഇന്ത്യയിൽ നിന്ന് പോയ ഭാഗം തന്നെ. കാശ്മീർ ഇന്ത്യയിൽ നിന്ന് അവർ പിടിച്ചെടുത്ത കാശ്മീർ 2 കഷ്ണമായിട്ട് അവർ മുറിച്ചിരുന്നു. അതിന്റെ മുകളിലത്തെ അറ്റം അത് മുഴുവൻ ഈ മലവാസികളായിട്ടുള്ള ആളുകളാണ്. അപ്പം അതിന് ഗോത്രങ്ങളാണ്. ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അവരവിടെ വെള്ളം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രക്ഷോഭങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ഇന്ത്യൻ ഗവൺമെന്റ് വെള്ളം തരാത്തത് കൊണ്ട് അവർ ഇന്ത്യ ഗവൺമെന്റിനെതിരെയാണ് പ്രക്ഷോഭം നടത്തുന്നതെന്നാണ് പാകിസ്ഥാൻ ഗവൺമെന്റ് ഇന്റർപ്രിട്ടേഷൻ. പക്ഷെ വാസ്തവത്തിൽ അതല്ല. ആ പ്രക്ഷോഭം ഇന്ത്യ ഗവൺമെന്റിനെതിരല്ല, പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരാണ്. അപ്പൊ അവിടെ പാക് താലിബാനിലൂടെ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലെ ആളുകളെ ഇന്ത്യ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്ന് പാകിസ്ഥാൻ പണ്ട് മുതലേ ആരോപിക്കുന്നതാണ്. പാകിസ്ഥാനിൽ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് പരിപാടി, അവിടെ ബലൂചിസ്ഥാൻ ആർമി ഉണ്ട്. നോർത്ത് വെസ്റ്റ് ഫോർഡിയർ പ്രോവിൻസ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ സംസ്ഥാനത്തിൽ പാക് താലിബാൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് രണ്ടും പാകിസ്ഥാനെതിരെ പൊരുതുന്ന ഭീകര സംഘടനകളാണ്. നമ്മളവരെ ഭീകര സംഘടന എന്ന് വിളിക്കൂല, കാരണം നമുക്ക് അവരെ കൂടെ അവർ നമ്മുടെ സുഹൃത്തുക്കളാണ്. പക്ഷെ അവർ ഭീകര സംഘടനകളാണ്. ഇവരെ ഈ ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നൊക്കെ പറയുന്ന അതേ ഐറ്റം സാധനം തന്നെയാണത്. അവർ നമ്മളോട് വഴക്കിനില്ല, അവരുടെ വഴക്ക് പാകിസ്ഥാനോടാണ്. അതുപോലെ താലിബാൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഭീകര സംഘടനയാണ്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം അവരെയും ഭീകര സംഘടന എന്ന് വിളിക്കുന്നില്ല, കാരണം അവർക്ക് നമ്മളോട് വഴക്കില്ല, നമ്മുടെ കൂട്ടാണ്. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വഴി നമുക്ക് ഈ പറയുന്ന ബലൂചിസ്ഥാനിലെയും നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസിലെയും ബലൂചിസ്ഥാൻ ആർമിയോടും പാക് താലിബാനോടും ബന്ധപ്പെടാൻ കഴിയും. അവരെ ആവശ്യത്തിന് ആയുധം അണിയിച്ചാൽ കൊടുക്കേണ്ട പണി അവർ കൊടുത്തോളും, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവരവിടെ കിടന്ന് കലകണ്ട. ഇതുപോലെ ഈ ഗിൽജിത് ബാൾട്ടിസ്ഥാനിൽ അവിടെയും അതൊരു സ്വാതന്ത്ര്യ സമരമാണ്. കാശ്മീരിന് സ്വാതന്ത്ര്യം വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. കാശ്മീർ ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം, അല്ലാതെ പാകിസ്ഥാന്റെ കഷ്ണമൊന്നും അല്ലാതെ എന്നാണ് പറയുന്നത്.
അപ്പോൾ അതുപോലെ നദീജലത്തിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത് ഒന്നാം തരം അടിയാണത്. അതൊക്കെയാണ് അടി എന്ന് പറഞ്ഞാൽ അതാണ്, യുദ്ധമൊന്നുമല്ല. നമ്മൾ സിന്ധു നദിയിലെ ഏറ്റവും കഴിയുന്നത്ര വേഗം വലിയ ഡാമുകൾ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികൾ നിർമ്മിക്കുകയും വേനൽക്കാലത്ത് വെള്ളം തടഞ്ഞു വെക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. വെള്ളപ്പൊക്കം സൃഷ്ടിച്ച് ആളുകളെ മുക്കിക്കൊല്ലുക എന്ന് പറയുന്നത് നല്ല പരിപാടിയല്ല. അതിനെ കഴിഞ്ഞൊക്കെ ബെസ്റ്റ് പരിപാടി വേനൽക്കാലമാകുമ്പോൾ വെള്ളം കൊടുക്കാതിരുന്നാൽ മതി, പാട്ടറി കിടന്ന് ചത്തുവോളും, തന്നെ വന്ന് കാലേ വീണോളും. അപ്പോൾ ഇത്തരം മേഖലകളിലേക്കായിരിക്കും ഇന്ത്യ പ്ലാൻ ചെയ്ത്. ഇപ്പം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നും മോഡിക്ക് ബുദ്ധി ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ രാജ്യം വളരെ പുരോഗമിച്ച രാജ്യമാണ്. വലിയ അഡ്വൈസേഴ്സ് ആണ് ഗവൺമെൻറ്റിനുള്ളത്, അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ അത് പ്ലാൻ ചെയ്ത് വേണ്ടതുപോലെ ചെയ്യും. കിട്ടാനുള്ളത് പാകിസ്ഥാന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്.